ഈ സഭാ കാലയളവിൽ സജീവമായി പങ്കെടുക്കുമോ അതോ ഇന്ന് നാട്ടിലേക്ക് മടങ്ങുകയാണോ എന്നുള്ളതായിരുന്നു. അതിനടക്കം മറുപടി കിട്ടിയോ? ഹാഷ്മി സഭാ കാലയളവിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം നൽകിയ മറുപടി കോൺഗ്രസ് പ്രവർത്തകർ, സാധാരണ പ്രവർത്തകർ മുതൽ സൈബറിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർ വരെ വലിയൊരു പോരാട്ടത്തിലാണ്, സർക്കാരിനെതിരെ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലാണ് നിൽക്കുന്നത്. ഒരു ലൈക്ക് കൊണ്ടെങ്കിലും പിന്തുണ കൊടുക്കാൻ കഴിയുമോ എന്ന പോരാട്ടത്തിൽ നിന്ന് ശ്രദ്ധിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് ആ പ്രവർത്തനങ്ങളുമായി പ്രവർത്തകർ മുന്നോട്ട് പോകട്ടെ എന്നാണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുന്നത്. അദ്ദേഹം ഒരുപക്ഷെ പങ്കെടുത്തേക്കില്ല എന്ന സൂചന വേണമെങ്കിൽ ഇതിൽ നിന്ന് വായിച്ചെടുക്കാം. എന്തായാലും പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന കാര്യത്തിന് കൃത്യമായ ഉത്തരം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. അദ്ദേഹം ഈ തിരക്കിനിടയിൽ മറ്റെന്തെങ്കിലും ഉത്തരം നൽകിയോ എന്ന കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് താൻ നേതൃത്വത്തെ വെല്ലുവിളിക്കുകയോ അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ തീരുമാനം ധിക്കരിക്കുകയോ ചെയ്തിട്ടില്ല. താൻ ഇവിടെ വന്നത് MLA എന്ന നിലയിലാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, തനിക്കെതിരെ ഉയർന്നു വന്ന പരാതികളെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കുകയാണ്. താൻ കോൺഗ്രസിന്റെ പ്രവർത്തനമായി 18-ാം വയസ്സ് മുതൽ ജയിൽവാസം അനുഭവിക്കുന്ന ആളാണ്. അന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് പിണറായി സർക്കാരിന്റെ കാലത്താണ്. അപ്പോൾ തനിക്കെതിരെ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ കൊന്നു തിന്നാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരാണ് തനിക്കെതിരെ അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിന്റെ ഫലം വരട്ടെ, അത് കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറയാമെന്നാണ്. പുറത്തു വന്ന ഓഡിയോയിലെ ആൺ ശബ്ദം താങ്കളുടേതാണെന്ന ചോദ്യത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായ ഉത്തരം നൽകാതെ പോയിരിക്കുന്നു. എന്തായാലും പരാതിയില്ല എന്ന ആത്മവിശ്വാസം രാഹുലിന്റെ ഈ സംഭാഷണങ്ങളിലും പ്രതികരണങ്ങളിലുമുണ്ട്. പരാതിയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള പുതിയ നീക്കത്തിലാണ് രാഹുൽ തയ്യാറെടുക്കുന്നതെന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. രാഹുൽ പറഞ്ഞത് അന്വേഷണം പുരോഗമിക്കട്ടെ എന്ന് രാഹുൽ പറയുന്നത്. പക്ഷേ ഈ പരാതിയിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന കൃത്യമായ കോൺഫിഡൻസ് രാഹുലിന്റെ വാക്കുകളുണ്ട്. രാഹുൽ പറയുന്നത് ഇത്തരത്തിൽ തനിക്ക് ഏതെങ്കിലും തരത്തിൽ ഇളവ് നൽകുന്നവരല്ല ഈ അന്വേഷണ സംഘം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് കൊന്നു തിന്നാൻ തയ്യാറാവുന്നവരാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇളവ് കിട്ടില്ല. അപ്പോൾ അന്വേഷണം നടക്കട്ടെ, അന്വേഷണം പൂർത്തിയായതിനു ശേഷം ആ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം എന്ന് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അലക്സ മുഹമ്മദ് ചേരുന്നു. അലക്സ, ഈ പരാതി ഏതെങ്കിലും തരത്തിൽ തന്നെ കുറ്റക്കാരനെന്ന് കണ്ടെത്താൻ പോകുന്നില്ല എന്ന ഉറച്ച ഉറപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും പരാതിക്കാർ വരില്ല എന്ന കോൺഫിഡൻസ് രാഹുലിന്റെ മറുപടിയിലുണ്ട്. അലക്സ്, ഹാഷ്മി 110% ആത്മവിശ്വാസത്തോടുകൂടിയാണ് രാഹുൽ മാധ്യമങ്ങളുടെ കാര്യം പറയുന്നത്. രാഹുൽ വ്യക്തമാക്കുന്നത് ഈ സർക്കാർ, പിണറായി വിജയൻ സർക്കാരാണ്, താൻ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. സ്വാഭാവികമായി ഈ സർക്കാരിന് തന്നോടുള്ള വ്യക്തിവൈരാഗ്യം ഉണ്ടാകും. അത് മാത്രമല്ല, തന്നെ കൊടുക്കാൻ ഏതെങ്കിലും വിധത്തിലൊരു അവസരം കിട്ടിയാൽ അത് പൂർണ്ണമായി ഉപയോഗിക്കുന്ന സർക്കാരാണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാക്കുകളുണ്ട്. തന്നെ കൊന്നു തിന്നാൻ പാകത്തിൽ നിൽക്കുന്ന സർക്കാരാണ്. സ്വാഭാവികമായി തനിക്കെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ഇവരത് ഉപയോഗിക്കും എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് രാഹുലിനോട് ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ പരാതി ഉണ്ടാകില്ലെന്ന ആത്മവിശ്വാസത്തിലല്ലേ രാഹുൽ ഇപ്പോൾ ഇത് പറയുന്നതെന്ന് ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിക്കുന്നില്ല. അത് മാത്രമല്ല, ഈ പുറത്തു വന്ന ശബ്ദ സന്ദേശം അല്ലെങ്കിൽ ശബ്ദ സംഭാഷണം അത് രാഹുലിൻ്റെ അതല്ലേ എന്ന ചോദ്യത്തിനും രാഹുൽ കൃത്യമായി മറുപടി പറയുന്നില്ല. അതിലും മൗനം പാലിക്കുന്നു. താൻ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളോട് വിശദീകരിച്ചല്ലോ എന്നൊരു കാര്യം മാത്രമാണ് രാഹുൽ പറയുന്നത്. മാധ്യമങ്ങളോട് രാഹുൽ എന്താണ് വിശദീകരിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അടൂരും പത്തനംതിട്ടയും ഒക്കെ മാധ്യമപ്രവർത്തകരോട് രാഹുൽ സംസാരിച്ചത് എന്തൊക്കെയാണെന്നും ഏതൊക്കെ ചോദ്യങ്ങളിൽ നിന്ന് രാഹുൽ ഒഴിഞ്ഞുമാറി രക്ഷപ്പെട്ടു പോയെന്ന് നമ്മൾ കണ്ടതാണ്. പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾക്കാണ് രാഹുൽ ഇന്നിപ്പോൾ മറുപടി നൽകിയിട്ടുള്ളത്. അതിലൊന്ന് പാർട്ടി തീരുമാനം ലംഘിച്ച നിയമസഭയിലേക്ക് എത്തി എന്നുള്ളതാണ്. അത് രാഹുൽ പറയുന്നത് പാർട്ടി തീരുമാനം ലംഘിക്കാൻ ഒരു കാലത്തും ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അത് രാഹുൽ തള്ളുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താൻ വ്യക്തിപരമായി നേതാക്കളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, കാണാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം കൂടി, ആ മാധ്യമ വാർത്തകളെ കൂടി രാഹുൽ തള്ളുന്നു. ഒരു കാലത്തും താൻ അങ്ങനെ ശ്രമിച്ചില്ല. ഒരു സസ്പെൻഷൻ കാലയളവിലുള്ള ഒരു പ്രവർത്തകൻ ഏത് വിധത്തിൽ പ്രവർത്തിക്കണം എന്നുള്ള കാര്യം തനിക്കറിയാം, തനിക്കതാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത്തരത്തിൽ വ്യക്തിപരമായി ഒരു നേതാക്കളെയും കാണാൻ താൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞാണ് രാഹുൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്താണെങ്കിലും അടൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നിയമസഭയിൽ പങ്കെടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് എങ്ങും എത്താത്തൊരു മറുപടി. അതായത് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസും ഒക്കെ സർക്കാരിനെതിരെ സജീവമായ രാഷ്ട്രീയ സമര രംഗത്താണ്. ആ സമരങ്ങൾ അവർക്ക് തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന എങ്ങും എത്താത്തൊരു മറുപടി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അതിൽ നിന്ന് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തില്ല എന്നൊരുപക്ഷെ വായിക്കാം. കാരണം നിയമസഭയിലെത്തിയാൽ അത് ഭരണപക്ഷത്തിന് കിട്ടുന്ന വലിയ ആയുധമായി മാറും. അടുത്ത ദിവസങ്ങളിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനിരിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ വടി കൊടുക്കുന്നത് പോലെ ആ വിഷയം മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ആ വിഷയം അങ്ങനെ വായിക്കാം. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് രാഹുൽ ഇപ്പോഴും ഒഴിഞ്ഞു മാറുന്നു, മറുപടി പറയുന്നില്ല. ആ ശബ്ദ സംഭാഷണം രാഹുലിൻ്റേതാണോ എന്നുള്ള കാര്യം പറയുന്നില്ല. ആ പരാതി ഉണ്ടാകില്ല എന്നുള്ള കോൺഫിഡൻസ് അല്ലേ രാഹുലിനിത് എന്നുള്ള ചോദ്യത്തിന് രാഹുലിന് മറുപടിയില്ല. അത്തരത്തിൽ വളരെ നിമിഷങ്ങൾ മാത്രം മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ശേഷം ഇവിടെ നിന്ന് നിയമസഭയുടെ മുന്നിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ രക്ഷപ്പെടുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഹാഷ്മി, MG പ്രതീഷ് കൂടി ചേരുന്നുണ്ട്. പ്രതീഷ്, ഇവിടെ എല്ലാവർക്കും അറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഈ പാർട്ടികളിൽ 2 നിലപാടുണ്ട്. അതിൽ പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. അപ്പോൾ തനിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നവരോടും തനിക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ ദേഷ്യമില്ലെന്നും അടിമുടി പാർട്ടിക്കാരനാണെന്നും പുറത്താക്കിയാലും മരണം വരെ പാർട്ടിക്കാരനായി തുടരും
എന്ന് രാഹുലിനെ ഇപ്പോഴും പിന്തുണയ്ക്കുന്നവരെ അറിയിക്കാനുള്ള ഒരു വാർത്താ സമ്മേളനം പോലെ തോന്നി പ്രതീഷ്? ഹാഷ്മി, തീർച്ചയായും നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തി ഈ സഭയ്ക്കുള്ളിലെ എതിർപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഈ സമ്മേളന കാലത്ത് സഭയിലെത്തി എന്നുള്ളൊരു ഖ്യാതി നേടുകയാണ് രാഹുൽ ഇന്നത്തെ വരവിലൂടെ ചെയ്തത്. പ്രതിപക്ഷ നേതാവിന്റെയും ഒപ്പം KPCCയുടെയും ഒക്കെ തന്നെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് രാഹുൽ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. പക്ഷേ അപ്പോഴും രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് രണ്ട് തട്ടിലാണ് എന്ന് സംശയമില്ലാതെ തന്നെ പറയേണ്ടി വരും. കാരണം രാഹുലിനെ ഇപ്പോഴും അനുകൂലിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ് രാഹുൽ ഇന്ന് സഭയിൽ എത്തിയിട്ടുള്ളത്. കാരണം ഈ തനിക്ക് തന്നെക്കാൾ ഗുരുതരമായ ആരോപണങ്ങളുള്ളവർ സഭയിൽ തുടരുമ്പോൾ താൻ സഭയിൽ വരുന്നതിൽ തെറ്റില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് രാഹുലിനും രാഹുലിനെ അനുകൂലിക്കുന്നവർക്കും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത് കോൺഗ്രസിനെ സംബന്ധിച്ച ഏത് തരത്തിൽ ഇതിനുള്ള ഒരു പ്രതിഫലനം ഏത് തരത്തിൽ ഉണ്ടാകുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. കാരണം KPCC നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അതിനിടയിലാണ് രാഹുലിന്റെ ഒരു അപ്രതീക്ഷിത നീക്കം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഈ രാഹുൽ ഇന്ന് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ താൻ നേതൃത്വത്തിനെതിരായി ഒന്നും ചെയ്തില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഈ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാടുകളെ പൂർണ്ണമായും പരസ്യമായി തള്ളിക്കൊണ്ടാണ് രാഹുൽ ഇന്ന് നിയമസഭയിലെത്തിയത്. അതിൽ ഒരു സംശയവുമില്ല. ഒപ്പം ഈ താൻ അടിമുടി പാർട്ടിയാണ്, താൻ മരണം വരെ കോൺഗ്രസുകാരനായി തുടരുമെന്നൊക്കെ തന്നെ രാഹുൽ പറയുന്നുണ്ട്. പക്ഷേ മറ്റ് ചോദ്യങ്ങൾ, ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതിനൊന്നും തന്നെ രാഹുൽ മറുപടി പറയുന്നില്ല. നേരത്തെ മാധ്യമങ്ങളെ കണ്ടതിന് സമാനമായി രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു മടങ്ങുകയാണ് ഇന്നും ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.